ഗുഡ് മോർണിംഗ്. നമ്മൾ ഇൻഫോഗ്രാഫിക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് ഇന്ന് മനസ്സിലാക്കുന്നത്. ഇൻഫർമേഷൻ നൽകുന്ന ഗ്രാഫിക്സുകൾ ഉപയോഗിച്ച് ചെയ്യുന്ന പോസ്റ്റേഴ്സുകളും മറ്റു കാര്യങ്ങളും, അത് നമ്മുടെ ഫോണിലായാലും സൈൻ ബോർഡ്സുകൾ, ഇതെല്ലാം ഇൻഫർമേഷൻ നൽകുന്ന ഗ്രാഫിക്സുകളാണ്. ഇന്ന് പല കാര്യങ്ങളും ചാർട്ടഡായിട്ടും വ്യക്തമായിട്ടും നമ്മൾ ഒരു ആശുപത്രിയിൽ ചെന്നാലും ഒരു സ്ഥാപനത്തിൽ ചെന്നാലും ഒരു കമ്പനിയുടെ ബ്രോഷറായാലും എന്തായാലും അവരുടെ ഇൻഫർമേഷൻസ് ഡീറ്റെയിൽ ആയിട്ട് തരുന്ന ഇൻഫോഗ്രാഫിക്സാണ്. അത് പല കാര്യങ്ങളിലും ഇൻഫർമേഷൻ നൽകുക എന്നുള്ളതാണ്. ഇൻഫോഗ്രാഫിക്സ് ഡിഡ് നോട്ട് എക്സിസ്റ്റ് യൂണിറ്റ് ദി ഡിജിറ്റൽ റെവല്യൂഷൻ സ്റ്റാർട്ടഡ് ടു ദി അഫക്റ്റ് ബിസിനസ്. ഒരു ഡിജിറ്റൽ റെവല്യൂഷൻ പെട്ടെന്ന് തന്നെ നമുക്ക് ഓരോ കാര്യങ്ങളും ഡിജിറ്റലൈസ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കാനും അത് മറ്റുള്ളവരിലേക്ക് പോസ്റ്റർ പോലെ ഇൻഫർമേഷൻ എത്തിക്കാനും കഴിയുന്നു. അതായത് ഒത്തിരി മീഡിയ ഉണ്ട് നമ്മുടെ ഡിജിറ്റൽ മീഡിയയിൽ തന്നെ. മെസ്സേജസ് ആയിട്ടും വീഡിയോ മെസ്സേജ് ആയിട്ടും യൂട്യൂബ് മെസ്സേജസുകളായിട്ടും പോസ്റ്റേഴ്സായിട്ടും ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളിലൂടെ നമുക്ക് ഇൻഫർമേഷൻ നൽകാൻ പറ്റും. പീപ്പിൾസ് ഓൺ ദി ഇൻ്റർനെറ്റ് വാണ്ട് ദി കൺസ്യൂം വാലിഡ് ഡാറ്റ പ്രസൻറ്റേഷൻ ഇൻ ബ്യൂട്ടിഫുള്ളി. അപ്പം ഇൻഫോഗ്രാഫിക്സിൽ കുറച്ച് കലാപരമായിട്ട് ചെയ്താൽ പെട്ടെന്ന് അട്രാക്ഷൻസ് കിട്ടും. ഇപ്പം നമ്മൾ ഇൻഫോഗ്രാഫിക്സിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പം നമ്മുടെ കൊറോണ വന്നപ്പോഴുണ്ടായിക്കൊണ്ടിരിക്കുന്ന പോസ്റ്റേഴ്സുകളും അതിൻ്റെ അവയർനെസ് ആയിട്ടുള്ള എല്ലാ ചിത്രങ്ങളോട് കൂടിയിട്ടുള്ള കേരള ഗവൺമെൻറ് ഇറക്കിയതും കേന്ദ്ര ഗവൺമെൻറ് ഇറക്കിയതും നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴായാലും വഴിയിക്കുമ്പോഴായാലും എല്ലായിടവും നമ്മുടെ കോളേജിൽ തന്നെ ഒത്തിരി ഇൻഫോഗ്രാഫിക്സുകൾ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. അതിൽ വലിയ ആക്ടേഴ്സിനെ അല്ലാതെ ഗ്രാഫിക്സ് മാത്രം ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്. ഡിസൈൻ ചെയ്തെടുക്കുന്ന പോസ്റ്റേഴ്സ് പോലുള്ള കാര്യങ്ങൾ അത് നമുക്ക് ഡിജിറ്റൽ മീഡിയയിൽ ഏതെല്ലാം മീഡിയകളിലൂടെ അത് യൂസ് ചെയ്യാമെന്നുള്ളതാണ്. അതിന് ഗ്രാഫിക് ഫോർമാറ്റ് നോ ഡൗട്ട് എവരിബഡി ലവ്സ് കണ്ടക്ട് ദാറ്റ് പ്രസൻറ്റേഷൻ ഡാറ്റ എബൌട്ട് എ particular topic in appealing way. ഏത് ടോപ്പിക്കിലാണോ നമ്മൾ അറിയിക്കുന്നത് ആ ഇൻഫോഗ്രാഫിക്സ് കാണുമ്പോൾ തന്നെ അട്രാക്ട് ചെയ്ത് കാര്യങ്ങൾ പെട്ടെന്ന് അപ്പീൽ ചെയ്യും. ദിസ് ഈസ് ബിക്കോസ് വി ആസ് ഹ്യൂമൻസ് ഹാവ് ഡെവലപ്ഡ് ദി propensity to save our time by getting straight to the point. Infographics just do that for us. ഇൻഫോഗ്രാഫിക്സ് ഉപയോഗിച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ കൂടുതൽ തല പോകാതെ കൂടുതൽ വായിക്കാതെ കാര്യങ്ങൾ പിക്ചറൈസ് ചെയ്തോ ഗ്രാഫിക്സ് ഉപയോഗിച്ചിട്ട് ഇൻഫർമേഷൻ നൽകുന്ന ചെറിയ ചെറിയ ആർട്ട് വർക്കുകളാണ് ഇൻഫോഗ്രാഫിക്സ് എന്ന് പറയുന്നത്. ഇൻഫർമേഷൻ ഉപയോഗിക്കുന്ന ഗ്രാഫിക്സ്. ഇൻഫോഗ്രാഫിക്സ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുമ്പോഴത്തേനും ഇവിടെ പഠിക്കുമ്പോൾ ഇല്ലുസ്ട്രേറ്ററിലും ഫോട്ടോഷോപ്പിലും ഇങ്ങനെയുള്ള, പക്ഷേ ഇന്ന് ഇഷ്ടംപോലെ പ്ലേ സ്റ്റേഷനിലൊക്കെ ഗ്രാഫിക്സ് ചെയ്യാൻ പറ്റും, ഇൻഫോഗ്രാഫിക്സ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഇഷ്ടംപോലെ സോഫ്റ്റ്വെയറൊക്കെ അവൈലബിൾ ആണ്. ഫോണിലേക്ക് നിങ്ങൾക്ക് പ്ലേ സ്റ്റേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വളരെ സിമ്പിളായി ഡിസൈൻ ചെയ്തെടുത്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് കഴിയും. പോസ്റ്റർ ഡിസൈൻ ചെയ്യുമ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ടൈറ്റിലും സബ് ടൈറ്റിൽസ്, ഗ്രാഫിക്സുകൾ, പിക്ചേഴ്സും ഒക്കെ ചേർത്തിട്ട് ഒറ്റ ഓട്ടത്തിൽ തന്നെ കാര്യം ക്യാപ്ചർ ചെയ്യുന്ന രീതിയിൽ ആളുകൾക്ക് സമയം കളയാതെ തന്നെ പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിലേക്ക് ചില ഇൻഫോഗ്രാഫീസ് നെറ്റിലൊക്കെ കിടക്കണം. നിങ്ങൾ ഇൻഫോഗ്രാഫീസ് അടിച്ചു നോക്കി കഴിഞ്ഞാൽ നെറ്റിൽ ധാരാളം ഇൻഫോഗ്രാഫീസ് കിടപ്പുണ്ട്. ഇൻഫോഗ്രാഫീസ് ഇമേജസ് ഉണ്ട്, അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഉണ്ട്. നിങ്ങളത് വായിച്ചു കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കും. ഇൻഫോഗ്രാഫിക്സ് നിങ്ങളോട് ഡിസൈൻ ചെയ്യാൻ പറയുന്ന അടുത്ത വർഷമൊക്കെ ഇരിക്കും. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇൻഫോഗ്രാഫിക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഫർമേഷൻ ഗ്രാഫിക്സുകളാണ്. അത് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതാണെന്നും അത് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതാണെന്നും കൂടുതൽ സമയവും മറ്റ് സ്പെൻഡ് ചെയ്യാതെ നമ്മുടെ ഡിജിറ്റൽ മീഡിയാസിലൂടെ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചിട്ടോ മറ്റുള്ളവരിലേക്ക് എത്താനും അവർ പെട്ടെന്ന് നോക്കിയിട്ട് കാര്യങ്ങളിലേക്ക് മനസ്സിലാക്കാനും കഴിയുന്ന അതിനാണ് ഇൻഫോഗ്രാഫിക്സ് ആർ വിഷ്വലി അട്രാക്റ്റീവ് ആൻഡ് പ്രസൻറ്റ് റിസർച്ച് ഫാക്ട് ഇൻ വേ ദാറ്റ് ആർ വെരി സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡിങ്. വളരെ ലളിതമായിട്ട് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ ഏറ്റവും വലിയ ഉദാഹരണം പറഞ്ഞ കൊറോണയെ കുറിച്ചിട്ടുള്ള അവയർനെസ് പോസ്റ്റേഴ്സ് അതിന് ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ്. ദേ കണ്ടെയ്ൻഡ് വാല്യുബിൾ ഇൻഫർമേഷൻ ആൻഡ് നറേറ്റ് സ്റ്റോറീസ് ഇൻ ബ്യൂട്ടിഫുൾ ആൻഡ്
സ്ട്രെയിറ്റ് ഫോർവേഡ് മാനർ, സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് ബ്യൂട്ടിഫുള്ളായിട്ടും പ്രസൻറ്റ് ചെയ്യും. നമ്മൾ തിയേറ്ററിലൊക്കെ ചെയ്യുന്ന ഇൻഫോഗ്രാഫിക്സ് വെച്ചിട്ടുള്ള സ്ലൈഡ്സൊക്കെ പണ്ട് കാണും അല്ലേ, ഒരു സിഗരറ്റ് ഇങ്ങനെ എരിഞ്ഞിരിക്കുന്നു, ഒരു ക്രോസ് മതി, നമുക്ക് മനസ്സിലാവും അത് സിപ്പോ വലിക്കരുത് അല്ലേ, ഇവിടെ തുപ്പരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സാധനം ചെയ്തിട്ട്. ഇൻഫോഗ്രാഫിക്സ് ഉപയോഗിച്ചിട്ട് വളരെ ലളിതമായിട്ടുള്ള എംബ്ലങ്ങളിലൂടെ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കും. നിങ്ങൾക്കും പുതിയതൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. മാസ്കിനെ വെച്ചിട്ട് നടക്കാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് 1-2 വേർഡ്സുകളും മറ്റും കാര്യങ്ങളും ഒരു ഫോട്ടോ വെച്ച് പെട്ടെന്ന് മനസ്സിലാവും. അതായത് ബ്യൂട്ടിഫുള്ളായിട്ട് ഉണ്ടാക്കിയാൽ വേണം, സ്ട്രെയിറ്റ് ഫോർവേഡ് ഒരു മാനറിൽ ആളുകളിലേക്ക് എത്തിച്ചേരുകയും വേണം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കുത്തി നിറച്ച് കുറേയൊക്കെയുള്ള ഇൻഫോഗ്രാഫിക്സൊക്കെ ഞാൻ ചിലത് സാമ്പിൾസായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ബ്രോഷർ പോലുള്ളത് പോസ്റ്റർ, അതായത് കുറേ വായിച്ചാൽ അല്ലാതെ തന്നെ വളരെ സിമ്പിൾ ബ്യൂട്ടിഫുള്ളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. അത് നെറ്റിലുള്ളതിൽ സിമ്പിളുണ്ട്, ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടും. പക്ഷേ ആളുകളിലേക്ക് പെട്ടെന്ന് കൂടുതൽ കളറൊക്കെ കൊടുത്തിട്ട് വരുമ്പോൾ ഒരു പോസ്റ്റർ പോലെ ചെയ്ത് നമ്മുടെ വാട്സപ്പിലോ ഒക്കെ വരുന്ന ചെറിയ ചെറിയ ഇൻഫോഗ്രാഫീസുകൾ കുറച്ചുകൂടെ കലാപരമായിട്ട് ചെയ്യുന്നതിനാണ് ഇൻഫോഗ്രാഫീസ് എന്ന് പറയുന്നത്. According to this study, infographics are 30 times more likely to read than pure text content. സാറേ കുറേ കണ്ടൻറ്റിൽ ഒരു പാരഗ്രാഫിൽ നിങ്ങൾ കൊറോണയെക്കുറിച്ച് എഴുതി വെക്കുന്നത് നല്ലത്. കൊറോണയെ ചെറുക്കാൻ മാസ്കും കൂടെ വെച്ചിട്ട് കൊറോണ പുറത്ത് 3-4 കൊറോണയുടെ പിക്ചറും വെച്ച് ഒരു മാസ്കും കൂടെ കാണിച്ചിട്ടും ഒരു ഷെയ്ഡിൽ കാണിച്ചിട്ട് യൂസ് മാസ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് കാര്യം പിടിക്കും. അല്ലാതെ കൊറോണ മാസ്ക് ധരിച്ചു കഴിഞ്ഞാൽ മൂക്കിലൂടെ കയറത്തില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ വിശദീകരണം കൊടുക്കുക. സിമ്പിളായിട്ട് കൊടുക്കുന്ന ഈ പരിപാടിയാണ്. അത് എളുപ്പം മനസ്സിലായി. ഇഫ് യു ആർ സീരിയസ്ലി വാണ്ട് ടു ഔട്ട് ത്രോ ദി ക്ലട്ടർ ഇൻ ടുഡേ ഡിജിറ്റൽ വേൾഡ്, യു ഷുഡ് ഇൻ്റഗ്രേറ്റഡ് വിഷ്വൽ മീഡിയ ആസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കമ്പോണൻറ്റ് ഇൻ യുവർ കണ്ടൻറ്റ് മാർക്കറ്റിംഗ് ഓഫേഴ്സ്. നമ്മളിപ്പോൾ ഒരു മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഒരു ഇൻഫോഗ്രാഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ വലിയ കമ്പനികളിലൊക്കെ വെബ്സൈറ്റ് ഡിസൈനറുണ്ട്, വലിയ IT കമ്പനികളിലും വലിയ വലിയ കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും വെബ് ഡിസൈനറുണ്ട്. അവർ ഡെയിലി വെബിലെ ഓരോ കാര്യങ്ങൾ അവരുടെ പുതിയ പ്രോഡക്റ്റുകൾ ഇങ്ങനെയൊക്കെ ഇൻഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ ഗവൺമെൻറ്റിനുണ്ട് പബ്ലിക് റിലേഷൻ ഓഫീസേഴ്സൊക്കെ ഉണ്ട്. അവർക്ക് ഓരോ ദിവസം കണ്ട് ഇൻഫർമേഷൻ ഡിസൈൻ ചെയ്ത് ഇൻ്റർനെറ്റിലൂടെ സമൂഹത്തിൽ എത്തിക്കുക എന്നൊക്കെയുള്ള ധർമ്മം. നിങ്ങൾ അങ്ങനെയുള്ള ജോലിയിലൊക്കെയാണ് നാളെ വരാൻ പോകുന്നെങ്കിൽ ഈ ഇൻഫോഗ്രാഫിക്സ് വെച്ചിട്ട് എപ്പോഴും നിങ്ങൾക്ക് യൂസിങ് വരും. ചുമ്മാ കുത്തി നിറച്ച് കുറേ അടിച്ചിട്ട് ഒരു DTP പേജ് ചെയ്യണോ അല്ലെങ്കിൽ ഒരു വലിയ പോസ്റ്റർ കുറേ ചെയ്യുന്ന പോലെ അല്ലാതെ സിമ്പിളായിട്ട് ഒരു കാര്യത്തെ സ്ട്രൈറ്റ് ഫോർവേഡായിട്ടും ബ്യൂട്ടിഫുള്ളായിട്ടും ഇൻഫോം ചെയ്യുന്ന ഗ്രാഫിക്സുകളെയാണ് ഇൻഫോഗ്രാഫിക്സ്. ഇൻഫർമേഷൻ കണ്ടൻറ്റുള്ള ഗ്രാഫിക്സുകളെയാണ് ഇൻഫോഗ്രാഫിക്സ്. ഇപ്പോൾ തന്നെ ഞാൻ പഠിപ്പിക്കുമ്പോൾ മനസ്സിലാക്കി കാണും, അപ്പോൾ അങ്ങനെ തന്നെ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ സീരിയസ് നമ്മളൊരു കമ്പനിയിലാണ് ജോലി ചെയ്യുന്നെങ്കിലും നിങ്ങളൊരു സ്ഥിരമായിട്ട് ഒരു പ്രോഡക്റ്റ് ഇറക്കുന്ന സ്ഥലത്താണേലും ആ ഇൻഫോഗ്രാഫിക്സുകൾ എത്ര ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ എത്ര എളുപ്പത്തിൽ ചെയ്യുന്നു. അതിന് ഒത്തിരി സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഏത് സോഫ്റ്റ്വെയർ ഉണ്ട്, നമ്മൾ ഫോട്ടോഷോപ്പ്, ഇല്ലുസ്ട്രേറ്റർ, ഇൻഡിസൈൻസ് ഉള്ള വലിയ സോഫ്റ്റ്വെയർ തൊട്ട് സിമ്പിൾ അതിനു വേണ്ടി മാത്രം ഇറങ്ങിയിരിക്കുന്ന ഫ്രീ സോഫ്റ്റ്വെയർ വരെ ഫോണിലൊക്കെ കിട്ടും. അത് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ ഒരു ഇൻഫോഗ്രാഫിക്സിൻ്റെ സോഫ്റ്റ്വെയർ ഏതെങ്കിലും നെറ്റിൽ നോക്കുക, അതിലൊരു പോസ്റ്റർ ചെയ്യുക, എന്നിട്ട് എനിക്ക് അയക്കുക. എന്തെങ്കിലുമൊക്കെ മെസ്സേജസ് ആയിട്ട് ഈ സമൂഹത്തിന് ഉതകുന്ന രീതിയിലുള്ള സ്ത്രീകളെ ദ്രോഹിക്കരുത്, കുട്ടികളെ തല്ലരുത്, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി നാട്ടിൽ പുറത്ത് അറിയപ്പെടേണ്ട പബ്ലിക് സർവീസ് അവയർനെസ് ആയിട്ടുള്ള കാര്യങ്ങളുടെ പോസ്റ്റേഴ്സ് ഡിസൈൻ ചെയ്ത് പഠിച്ചോളുക. അപ്പോൾ സാറിൻ്റെ പരീക്ഷയ്ക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഇത് ഡിസൈൻ ചെയ്യാനൊക്കെ വരും. പക്ഷേ നിങ്ങൾക്കിത് തിയറി പേപ്പർ മാത്രമല്ല, എന്താണ് വിഷ്വലിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ്റെ അടിസ്ഥാന കാര്യങ്ങളാണ് പഠിക്കുന്നത്. അപ്പോൾ വിഷ്വൽ കമ്മ്യൂണിക്കേഷനിൽ ഈ ഇൻഫോഗ്രാഫിക്സിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഡിജിറ്റൽ മീഡിയയിലോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചിട്ടുള്ള ചെറിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നൽകുന്ന ഗ്രാഫിക്കൽ വർക്കുകളാണ് നമ്മൾ പറയുന്ന ഇൻഫോഗ്രാഫിക്സ് എന്ന് പറയുന്നത്. വീഡിയോസ് ആൻഡ് ഇൻഫോഗ്രാഫിക്സ് ആർ ജസ്റ്റ് 3 ഓഫ് ദി മോസ്റ്റ് എഫക്റ്റീവ് വിഷ്വൽ എയ്ഡ് യു ക്യാൻ യൂസ് ടു മാർക്കറ്റ് യുവർ പ്രോഡക്റ്റ് ഓർ സർവീസ്. അപ്പോൾ ഇതിനകത്ത് വീഡിയോസ് ഉപയോഗിക്കാം, ഇമേജസ് എന്ന് പറഞ്ഞാൽ ഫോട്ടോസ് ഉപയോഗിക്കാം, വീഡിയോസ് ഉപയോഗിക്കാം. അതിലൂടെയൊക്കെ അതിൻ്റെ സൈഡിൽ എഴുതി കാണിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ നമ്മളിപ്പോൾ ശ്വാസകോശം, കോഞ്ച് പോലെയല്ല എന്നൊക്കെ പറയുന്ന വീഡിയോസിനുള്ളിലും അതൊരു ഇൻഫോഗ്രാഫിക്സ്.
വീഡിയോ ചേർത്തിട്ടുള്ള. അങ്ങനെ വീഡിയോ ചേർത്തിട്ടുള്ള ഇൻഫർമേഷൻസ് വളരെ ചെറുതും വളരെ ലളിതവുമായിട്ടുള്ള സാധനങ്ങളിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ് ഇൻഫോഗ്രാഫിക്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇൻഫോഗ്രാഫിക്സ് എന്താണെന്ന് നിങ്ങൾ ഒരു നോട്ട് ബുക്കിലേക്ക് എഴുതണം. അപ്പോൾ ഇൻഫോഗ്രാഫിക്സിൻ്റെ ഒരു നോട്ട് ഞാൻ എൻ്റെ ബുക്കിൽ നിന്ന് ഞാൻ ഫോട്ടോ എടുത്ത് നിങ്ങൾക്കിപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് അയക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ ഇതിൻ്റെ കൂടെ അയക്കും. അപ്പോൾ നിങ്ങളത് സൂക്ഷിച്ച് എഴുതി ബുക്കിലേക്ക് വെക്കണം. ഇൻഫോഗ്രാഫിക്സ് എന്ന ടൈറ്റിൽ. കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ നെറ്റിൽ നോക്കി സാമ്പിൾസ് വർക്കുകൾ വേണമെങ്കിൽ അതും എടുത്ത് ലേഔട്ട് ചെയ്ത് നിങ്ങളുടെ ബുക്കിൽ ഒട്ടിക്കാം. ഫോട്ടോ സംഭവം ഇൻഫർമേഷൻസ് നെറ്റിലുണ്ട്. ഇൻഫോഗ്രാഫിക്സ് അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു സ്വന്തമായിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ ഇഷ്ടപ്പെട്ട പടമൊക്കെ അതിനിടയിൽ ഒട്ടിച്ചിട്ട് നോട്ട് ഉണ്ടാക്കാം കേട്ടല്ലോ. ഇൻഫോഗ്രാഫിക്സ് എന്ന ടൈറ്റിൽ. അപ്പോൾ അത് എഴുതുമ്പോൾ ഇത് ഞാൻ തരുന്ന നോട്ട്സ് ബുക്കിലേക്ക് എഴുതുമ്പോൾ അത് പഠിക്കും. അതിൻ്റെ കൂടെ 1-2 ഫോട്ടോ നെറ്റിൽ നിന്ന് എടുക്കുകയൊക്കെ അല്ലെങ്കിൽ നിങ്ങൾ വരച്ചുണ്ടാക്കുന്ന ഒരു ഇൻഫർമേഷൻ ഗ്രാഫിക്സ് ചേർത്ത് ഒരു നോട്ട് ഉണ്ടാക്കുക. അപ്പോൾ ആ ഒരു വേർഡും അതിൻ്റെ അർത്ഥം പരീക്ഷയ്ക്ക് വരുമ്പോൾ ചോദിച്ചാൽ എഴുതാൻ പറ്റുന്ന രീതിയിൽ പഠിച്ചിരിക്കും. ഓക്കെ.